ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. ഒരു ശുദ്ധ ഹൃദയത്തോടെയുള്ള പ്രാർത്ഥന, ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന, ദൈവത്തിന് സ്നേഹം അനുഭവിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. യഥാർത്ഥമായ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരണം. എൻ്റെ ആവലാതികളും എൻ്റെ വേദനകളും എൻ്റെ ഭാരങ്ങളുമെല്ലാം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ അന്തരംഗം മുഴുവൻ അറിയുന്ന നിത്യനായ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കണമെങ്കിൽ, എനിക്കത് സമർപ്പിക്കണമെങ്കിൽ ഒരു കാര്യം നാം ഉറപ്പാക്കണം, നാം ഉറയ്ക്കണം. എന്താണത്? എൻ്റെ ദൈവത്തിന് എന്നോട് സ്നേഹമാണ്. കർത്താവായ യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. അവൻ ജീവൻ തരാൻ പോലും അവൻ തയ്യാറായി എനിക്ക് വേണ്ടി. അവനെ തകർത്ത് കളയുവാൻ പിതാവാൻ ദൈവത്തിന് തിരുഹൃദയമായി. അങ്ങനെ എനിക്ക് വേണ്ടി ജീവൻ തന്ന പ്രാണപ്രിയനായ യേശുവിൻ്റെ മുമ്പിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ മകനായി നിന്നുകൊണ്ട്, അവൻ്റെ രക്തത്തിൻ്റെ വിലയായി നിന്നുകൊണ്ട് എനിക്ക് അവനോട് ധൈര്യമായി പ്രാർത്ഥിക്കാം. ആ ഒരു ഉറപ്പും ആ ഒരു ധൈര്യവും ആ ഒരു അടുപ്പവും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന മധുരമാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന മധുരമല്ല, അതൊരു ചടങ്ങാണ്, അത് ചൊല്ലിത്തീർക്കലാണ്. പണ്ടൊക്കെ പറയും ചൊല്ലിത്തീർക്കലാണ്, പ്രാർത്ഥന എത്തിക്കുകയാണ്, ക്രമം എത്തിക്കുക എന്നൊക്കെ പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊന്നും പ്രാർത്ഥനയല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവസന്നിധിയിൽ ഒരു വാക്ക് നാം ഉരിയാടണമെങ്കിൽ നാം പലവട്ടം ആലോചിക്കണം. ഞാൻ എന്താണ് പറയുന്നത്? ഞാൻ ആരോടാണ് പറയുന്നത്? ആരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരു അരിഷ്ടതയും ഒരു കുറ്റബോധവും പാവബോധവും നമ്മിൽ, ദൈവത്തോടുള്ള ഒരു സ്നേഹവും നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് യഥാർത്ഥമായി ഹൃദയം നൊന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ചുങ്കക്കാരനും ആ പരീശനും പ്രാർത്ഥിച്ചത്, അവരുടെ പ്രാർത്ഥനകൾ തമ്മിലുള്ള വ്യത്യാസം ദൈവം, കർത്താവായ യേശു സ്വന്തം നാവിൽ കൂടെ നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. എന്താണ് ആ പ്രാർത്ഥനയിൽ? ചുങ്കക്കാരന് ഒരു നീതീകരണം കിട്ടി, പരീശനോ നീതീകരണം കിട്ടിയില്ല. ചുങ്കക്കാരൻ ദൈവത്തിൽ നിന്ന് നീതീകരണം പ്രാപിച്ച് സമാധാനത്തോടെ പാപം ക്ഷമിക്കപ്പെട്ടവനായി, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവനായി മടങ്ങിപ്പോയി. പരീശനോ ഇരട്ടി പാപത്തിന് യോഗ്യനായി ഇറങ്ങിപ്പോയി. ന്യായവിധിക്ക് യോഗ്യനായി പരീശൻ ഇറങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും ന്യായവിധിക്ക് യോഗ്യമാകരുത്. ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ് വിടുതൽ പ്രാപിച്ച്, മോചനം പ്രാപിച്ച്, ദൈവസന്നിധിയിൽ കരുണ പ്രാപിച്ച്, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച്, ആവോളം അനുഭവിച്ച്, ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട്, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട്, ആ തിരുമുഖം കണ്ടുകൊണ്ട്, ആത്മാവിൽ അനുഭവിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചാൽ അതൊരു മതകരമായ പ്രാർത്ഥനയാണ്. അത് എത്ര നേരം വേണമെങ്കിലും അങ്ങനെ ഇരിക്കാം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? ഈ വചനം കേൾക്കാൻ നിങ്ങൾക്കുണ്ടോ പ്രിയപ്പെട്ടവർ? സത്യമായി ദൈവസ്നേഹത്തെ അനുഭവിക്കുന്ന ദൈവമക്കൾ അവർ പറയും, എനിക്കെൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്നത്, പ്രാർത്ഥിച്ച് ഇരിക്കുന്നതായ സമയം അത് എന്തൊരു വിലപ്പെട്ടതാണെന്നറിയാമോ? സമയം പോകുന്നത് അറിയുകയില്ല. എത്ര നേരം വേണമെങ്കിലും അങ്ങനെ ഇരിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതൊരു മധുരമായ അനുഭൂതിയാണ്. ദൈവവുമായുള്ള സംസർഗം, ദൈവികമായ സംസർഗം, ദ ഹോളി കമ്മ്യൂണിയൻ പ്രിയപ്പെട്ടവരെ, അത് നാം വാസ്തവത്തിൽ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹൃദയം പകർന്ന്, ഹൃദയം തുറന്ന് എന്ത് നമുക്ക് പറയാം. നമ്മുടെ ആവശ്യങ്ങൾ പറയാം, നമ്മുടെ പാപങ്ങൾ എന്തെങ്കിലും വന്നോ ഏറ്റു പറയാം. ഒരിക്കലായിട്ട് കർത്താവ് ക്ഷമിച്ചു തന്നതാണ്.
പക്ഷെ വീണ്ടും വന്നുപോയി. അവിടെ കരയാം, കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ പൊന്നു തൃപ്പാദം, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടതായ തൃപ്പാദം ചുംബിച്ചുകൊണ്ട് തെറ്റ് ഏറ്റു പറയാം. അപ്പാ, സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിൻ്റെ ഭവനത്തിലെ കൂലിക്കാരനെ പോലെ എങ്കിലും എന്നെ ആക്കണമേ, എന്നെ കൈക്കൊള്ളണമേ എന്ന് നമുക്ക് അവനോട് പ്രാർത്ഥിക്കാം. ഹൃദയം നൊന്ത് പാപഭാരത്താൽ പാപം ചെയ്തു പോയല്ലോ എന്ന വേദനയോടെ പാപബോധം വന്നിട്ട് അത് അനുദപിച്ച് അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കരുണ നമുക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ നിന്ന് വലിയൊരു കൃപ നമുക്ക് ലഭിക്കും. ആരാധനയിൽ പിതാക്കന്മാർ പഠിപ്പിച്ച ഒരു പാട്ട്, ദുഷ്ടന്മാരിൽ കാരുണ്യം പൂണ്ടോനെ, കാരുണ്യം ചെയ്തിന്യായ തീർപ്പിന്നാൾ, ദുഃഖം പൂണ്ടോർ നിൻ വാതിൽ മൂട്ടുന്നു, കാരുണ്യത്ത നൽകണം യാചനയെ, സ്വർഗസ്ഥന്താ പ്രാർത്ഥിക്കുന്നയ്യോ, കൈക്കൊണ്ടി കർമ്മം കാരുണ്യം ചെയ്യുക. പാവബോധത്തോടെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ്. ദുഷ്ടന്മാരിൽ കാരുണ്യം കൊണ്ടവനെ, പാപികളോട് കരുണയുള്ളവനായ ദൈവമേ, ദുഷ്ടന്മാരിൽ കാരുണ്യം കൊണ്ടവനെ, എന്നോട് നീ മനസ്സലിയണമേ. ന്യായത്തീർപ്പിനാൾ, ന്യായവിസ്താര ദിവസം, ദൈവമേ, അന്ത്യമായൊരു ന്യായവിസ്താര ദിവസമുണ്ടല്ലോ. ദൈവമേ, അന്ന് എന്നോട് കരുണയുണ്ടാകണമേ, ന്യായവിസ്താരത്തിൽ എന്നോട് കരുണയുണ്ടാകണമേ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് ദുഃഖത്താൽ നിൻ്റെ കൃപയുടെ വാതിൽ ഞാൻ മുട്ടി വിളിക്കുകയാണ്, നിൻ്റെ കരുണയുടെ വാതിൽ ഞാൻ മുട്ടി വിളിക്കുകയാണ്. ഞാൻ പാപി തന്നെയാണ് കർത്താവേ, പക്ഷേ നീ കരുണയുള്ളവനാണ്. ആ കരുണാവാതിൽക്കൽ ഞാൻ മുട്ടി വിളിക്കുകയാണ്. ദൈവമേ, എന്നോട് കരുണയുണ്ടാകണം, മനസ്സലിഞ്ഞ് എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് പരിഹരിച്ചു തരണമേ. നീ എൻ്റെ അപ്പനല്ലേ, നീ എൻ്റെ പിതാവല്ലേ, നീ എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ സ്വന്തം എൻ്റെ കർത്താവല്ലേ, നിന്നെ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചതല്ലേ, ഞാൻ നിൻ്റെ സ്വന്തമല്ലേ കർത്താവേ, നീ നിൻ്റെ വിലയേറെ രക്തം കൊടുത്ത് തന്നെ മേടിച്ചതല്ലേ കർത്താവേ, ഞാൻ നിൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് യാചിക്കുകയാണ്. ദൈവമേ, എനിക്ക് വന്നതായ പാപങ്ങൾ ക്ഷമിച്ചു തരണം. എൻ്റെ ചിന്തയിലോ എൻ്റെ വാക്കിലോ എൻ്റെ പ്രവൃത്തിയിലോ വന്ന സകല പാപങ്ങളും കർത്താവേ മനസ്സറിഞ്ഞ് എനിക്ക് ക്ഷമിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവമേ, ദൈവത്തിൻ്റെ കരുണാവാതിൽ മുട്ടി വിളിക്കുന്നു. മനസ്സ് തകർന്ന്, ഹൃദയം തകർന്ന് മുട്ടി വിളിക്കുമ്പോൾ ആ തിരുസന്നിധിയിൽ നിന്ന്, ആ സിംഹാസനത്തിൽ നിന്ന് കരുണയുടെ ആ വലിയ കരുണയുടെ പ്രവാഹം നമ്മിലേക്ക് ഒഴുകി വരുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന. എന്നാൽ പരീശൻ അങ്ങനെ ആയിരുന്നില്ല. അവനെന്താണ് ചെയ്തത്? അവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമായോ? ഇല്ല. ദൈവം അവൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ടില്ല. അവന് പാപബോധം കിട്ടിയില്ല. അവൻ്റെ പാപങ്ങളൊന്നും ക്ഷമിക്കപ്പെട്ടില്ല. അവൻ വീണ്ടും ഒരു പാപത്തിനും കൂടെ അടിമയായി. അവൻ്റെ സ്വയനീതീകരണം മൂലം, മറ്റുള്ളവരെ ധിക്കരിക്കുന്ന സ്വഭാവം മൂലം, മറ്റുള്ളവരുടെ കുറ്റം കണ്ട് സ്വന്തം കുറ്റം കാണാതെ മറ്റുള്ളവരെ വിധിക്കുന്നതായ സ്വഭാവത്തോടുകൂടെ ഒരു പാപം കൂടി കൂട്ടിക്കൊണ്ടാണ് അവൻ തിരിച്ചു പോയത്. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ പരീശന് ഒരു പാപം കൂടെ കൂടി. നിൻ്റെ പ്രാർത്ഥന ദൈവവേദനയെ, നിൻ്റെ പ്രാർത്ഥന ഒരു പാപം കൂടി കൂട്ടുന്നതാണോ? ഒരു പാപം കൂടെ നിൻ്റെ പാപങ്ങളെ ലിസ്റ്റ് കൂട്ടുന്നതാണോ? എങ്കിൽ നീ അത് ഇന്ന് തന്നെ തിരുത്തിക്കൊള്ളുക. നിൻ്റെ ദൈവവേദനയെ നിൻ്റെ പാപം മാത്രം കണ്ടുകൊണ്ട് അനുദപിച്ച് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് നിൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീ പ്രാർത്ഥിക്കുക. അതിന് ഉത്തരമല്ലെന്ന ദൈവം ജീവിക്കുന്നു. കർത്താവ് ഉത്തരമരണം. പ്രിയപ്പെട്ടവർ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നീ പാപങ്ങൾ ഏറ്റു പറയുന്നില്ല. നിൻ്റെ ജീവിതത്തിൽ പാപം കിടക്കെ നീ എല്ലാം അവിടെ ദൈവസന്നിധിയിൽ നിൻ്റെ പെറ്റീഷൻസ് എല്ലാം സമർപ്പിക്കും, നിൻ്റെ അവകാശവാദങ്ങളെല്ലാം പറയും. ഞാൻ നിൻ്റെ പ്രാർത്ഥനയുടെ മേന്മ നീ സ്വയമായി ഒരു മതിപ്പ് നിനക്ക് വരും. പക്ഷേ ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥന സ്വീകാര്യമാകുകയില്ല. നമുക്ക് ഒന്നുകൂടെ വായിക്കാം 18-ാം അധ്യായത്തിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങൾ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അവന് കുറേ അവകാശവാദങ്ങളുണ്ട്, കുറേ ക്ലെയിംസ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവത്തിൻ്റെ മുമ്പിൽ, ഈ സർവ്വ അണ്ടഘടകങ്ങളെ നിർമ്മിച്ചവനായ ദൈവത്തിൻ്റെ മുമ്പിൽ
എന്ത് അവകാശവാദം, എന്ത് അവകാശം ചോദിക്കാനുണ്ട് പ്രിയപ്പെട്ടവർ? ദൈവത്തിന് സ്തോത്രം. ഞാനൊരു മഹാഭാവിയായിരിക്കെ ദൈവമേ നിന്നോട് എന്താണ് എനിക്ക് ന്യായം പറയാനുള്ളത്? ഇല്ല കർത്താവേ, ഒരു അവകാശം എനിക്ക് പറയാനില്ല. ഞാൻ മഹാഭാവിയായ മനുഷ്യൻ തന്നെ, ഞാൻ ദോഷി തന്നെയാണ് ദൈവമേ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, നീ ദുഷ്ടന്മാരിൽ കാരുണ്യം ചെയ്യുന്നവനാണ്. നീ ദുഷ്ടന്മാരിൽ കാരുണ്യം ചെയ്യുന്നവനാണ്. നീ പാപികളോട് ആർദ്രതയുള്ളവനാണ്. പാപികളോട് മനസ്സലിവുള്ള ദൈവമാണ്. പാപങ്ങൾ ഹൃദയപ്രകാരം അനുദപിച്ച് ഏറ്റുപറയുന്നവനോട് മനസ്സലിവുള്ള ഒരു ദൈവമാണ്. സർവാശ്വാസവും നൽകുന്ന ദൈവമാണ് നീ. ദൈവമേ, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നിനക്കെന്നോട് സ്നേഹമാണ്, നിനക്കെന്നോട് കരുണയാണ്. ദൈവമേ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നതും എൻ്റെ ഹൃദയത്തിലെ വേദനകൾ നിന്നോട് ഞാൻ പങ്കുവയ്ക്കുന്നതും. പ്രിയപ്പെട്ടവരെ, അവകാശവാദങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനൊരു സംഭവം ഇങ്ങനെ വായിച്ചു കേട്ടു. ഞാൻ പത്രത്തിൽ വായിച്ചതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു 10 വയസ്സായ ഒരു ആൺകുട്ടി അവൻ 5ാം ക്ലാസ്സിലോ മറ്റോ ആണ് പഠിക്കുന്നത്. അവൻ്റെ അമ്മയുടെ അടുക്കൽ വന്നു. ഒരു ദിവസം രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അമ്മ നല്ല തിരക്കിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുകയാണ്. അവൻ അമ്മയുടെ അടുക്കൽ വന്നു. അവൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്കിന്ന് ഒരു 100 രൂപ പോക്കറ്റ് മണി വേണം. എനിക്കൊരു 100 രൂപ ഇന്ന് പോക്കറ്റ് മണിയായിട്ട് വേണം. അമ്മ ചോദിച്ചു, പോക്കറ്റ് മണിയോ? എന്തിനാ പോക്കറ്റ് മണി? അല്ല അമ്മ, എല്ലാ പിള്ളേരും പോക്കറ്റ് മണി കൊണ്ടുവരും. അവരുടെ സ്വന്തമായ ആവശ്യത്തിനും മിഠായി മേടിക്കാനും എല്ലാമായിട്ട് സ്വന്തമായ ചെലവഴിക്കാൻ ഒരു തുക പോക്കറ്റ് മണിയായിട്ട് പിള്ളേർ കൊണ്ടുവരാറുണ്ട്. എനിക്ക് മാത്രം ഇതുവരെ തന്നിട്ടില്ല. എനിക്ക് പോക്കറ്റ് മണി വേണം. ദൈവത്തിന് സ്തോത്രം. അവൻ അമ്മയുടെ അടുത്ത് ഡിമാൻഡ് ചെയ്തു. അമ്മ പറഞ്ഞു, മോനെ, നീ എന്തായി പറയുന്നത്? നിൻ്റെ ആവശ്യങ്ങളെല്ലാം, എന്ത് ആവശ്യമുണ്ടെങ്കിലും നിൻ്റെ പിതാവും നിൻ്റെ ഡാഡിയും ഞാനും അത് നിർവഹിച്ച് തരുന്നില്ലേ? നിൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുന്നുണ്ടല്ലോ. എന്ത് ആവശ്യം പറഞ്ഞാലും അത് അപ്പം തന്നെ വാങ്ങിച്ചു തരുന്നില്ലേ? പിന്നെ നിനക്കെന്തിനാ പോക്കറ്റ് മണി? അത് വേണ്ട മോനെ. അല്ല അമ്മേ, അങ്ങനെയല്ല, എനിക്ക് അത് വേണം. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്കത് കിട്ടേണ്ടതാണ്. എന്തുകൊണ്ട്? എനിക്കെങ്ങനെയാണ് കിട്ടാൻ ഇത്ര വലിയ ഡിമാൻഡ് എന്താ? അപ്പോൾ അവൻ പറഞ്ഞു, അല്ല, ഞാൻ അതിന് ബില്ല് തരാം. പ്രിയപ്പെട്ടവരെ, ഒരു ഇളം മനസ്സാണെങ്കിലും അവൻ ലോകത്തിൻ്റെ ആ പ്രവണതകളെല്ലാം പഠിച്ചു വച്ചിരിക്കുകയാണ്. അവൻ പറയുകയാണ്, ഞാൻ ബില്ല് തരാം. ബില്ലോ? എന്താണ് ബില്ല്? കാണട്ടെ, നിൻ്റെ ബില്ലൊന്ന് കാണട്ടെ. അവൻ്റെ അവൻ്റെ സ്വന്തം കൈപ്പടയിൽ ഒരു പേപ്പറിൽ എഴുതിയതായ ഒരു ലിസ്റ്റ് അമ്മയുടെ കയ്യിട്ട് കൊടുത്തു. അമ്മ അത് ജോലി തിരക്കാണെങ്കിലും ഇരുന്ന് വായിച്ചു നോക്കിയപ്പോൾ അമ്മയുടെ ഹൃദയം അല്പം നൊന്തു. അമ്മ വേദനയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതിൽ എഴുതിയിരുന്നത് എന്താണെന്നറിയാമോ? അവനതിൽ എഴുതിയിരിക്കുകയാണ്, എനിക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പല കാര്യങ്ങളും, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം എൻ്റെ അമ്മ എന്നോട് ആവശ്യപ്പെടാറുണ്ട്. എൻ്റെ ഇളയ അനുജനെ, കൊച്ചനിയനെ നോക്കുന്ന അല്പസമയം എന്നോട് നോക്കാൻ പറയാറുണ്ട്. അങ്ങനെ പല ദിവസവും ഞാൻ കൊച്ചനിയനെ നോക്കി, അമ്മ പുറത്തായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അടുക്കളയിൽ ജോലിയിലായിരിക്കുമ്പോൾ, അങ്ങനെ ഞാൻ നോക്കിയതിന് എനിക്ക് വരേണ്ട തുക 10 രൂപ. പലപ്പോഴും അമ്മ എന്നെ കടയിൽ പറഞ്ഞു വിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് എന്നെ പറഞ്ഞു വിടാറുണ്ട്. അങ്ങനെ പല പ്രാവശ്യവും ഞാൻ കടയിൽ പോയി വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആ വകയിൽ എനിക്ക് വരേണ്ട തുക 25 രൂപ. പിന്നെ പലപ്പോഴും അമ്മ എന്നെ നമ്മുടെ പൂന്തോട്ടം, ഗാർഡൻ നനയ്ക്കുവാനായിട്ട് എന്നെ ഏൽപ്പിക്കാറുണ്ട്. പല ദിവസവും ഞാനാണ് ഗാർഡൻ നനച്ചത്. അങ്ങനെ എനിക്ക് വരേണ്ട തുക വേറൊരു 25 രൂപ. ഇനിയുണ്ട് കണക്കിങ്ങനെ പല കണക്കുകൾ. അങ്ങനെ എനിക്ക് ആകെ വരേണ്ടുന്ന തുക 110 രൂപ. 110 രൂപ. അതിൽ അമ്മ ആയതുകൊണ്ട് ഒരു 10 രൂപ ഡിസ്കൗണ്ട് തരാം. ബാക്കി 100 രൂപ എഴുതിയിരിക്കുക. ഡിസ്കൗണ്ട് 10 രൂപ കഴിച്ചിട്ട് ബാക്കി 100 രൂപ. അമ്മ വായിച്ചു. അമ്മയ്ക്ക് ഹൃദയത്തിൽ അല്പം വേദന വന്നു. അമ്മ ആ കുഞ്ഞിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ ആ പേന അങ്ങ് എടുത്തുകൊണ്ട് വാ. അമ്മ പറഞ്ഞു. അവൻ പേന എടുത്തുകൊണ്ട് വന്നു. ജോലിത്തിരക്കാണെങ്കിലും അമ്മ അവിടെ ഇരുന്ന് അമ്മ എഴുതാൻ തുടങ്ങി. ഞാൻ 9 മാസത്തിൽ കൂടുതൽ നിന്നെ എൻ്റെ ഉദരത്തിൽ പേറിക്കൊണ്ട് എൻ്റെ വയറ്റിൽ നിന്നെ ചുവന്നുകൊണ്ട് നടന്നതിന് അമ്മയ്ക്ക് വരേണ്ടുന്ന തുക 0. വേദന അനുഭവിച്ചുകൊണ്ട് നിന്നെ നൊന്ത് പെറ്റതിന് അമ്മയ്ക്ക് വരേണ്ടുന്ന തുക 0.
നിൻ്റെ വളർച്ചയെ നീ കൊച്ചു ആയിരിക്കുമ്പോൾ മുതൽ നിൻ്റെ സകല പരിചരണങ്ങളും ചെയ്ത് നിനക്ക് രോഗം വരുമ്പോൾ നിൻ്റെ കൂടെ കിടന്ന് നിന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴെല്ലാം നിൻ്റെ കൂടെ ഇരുന്ന് ഒരുപോലെ കണ്ണടയ്ക്കാതെ ഉറക്കളിച്ചിരുന്ന് നിന്നെ പരിചരിച്ച് നിന്നെ കാത്തു പരിപാലിച്ചതിന് അമ്മയ്ക്ക് വരേണ്ടുന്ന തുക 0. നീ സ്കൂളിൽ നിന്നെ വിട്ടു തുടങ്ങിയപ്പോൾ മുതൽ നിൻ്റെ വസ്ത്രങ്ങളെല്ലാം അലക്കി നിൻ്റെ വസ്ത്രമെല്ലാം മാറി പുതിയ വസ്ത്രം ധരിപ്പിച്ച് അതുപോലെ നിനക്ക് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി ദിവസവും നിന്നെ സ്കൂളിൽ പറഞ്ഞു വിടുന്നതിന് അമ്മയ്ക്ക് വരേണ്ടുന്ന തുക 0. നീ മടങ്ങി വരുമ്പോൾ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് നിൻ്റെ വസ്ത്രമെല്ലാം മാറി പുതിയ വസ്ത്രമെല്ലാം തന്ന് നിന്നെ കുളിപ്പിച്ച് നിൻ്റെ ഭക്ഷണം തന്ന് നിന്നെ പോറ്റി പുലർത്തിയതിന് അമ്മയ്ക്ക് വരേണ്ടുന്ന തുക 0. അങ്ങനെ ആകെ അമ്മയ്ക്ക് വരേണ്ടുന്നത് 0. 0 ആയതുകൊണ്ട് ഡിസ്കൗണ്ടും 0. അമ്മ ഇത് എഴുതി അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവനത് നിന്ന് വായിച്ചു. ആ 10 വയസ്സുകാരൻ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുറന്നു വരാൻ തുടങ്ങി. അവൻ അവിടെ മുട്ടുമടക്കി അമ്മയുടെ പാദത്തിൽ മുട്ടുമടക്കിയിട്ട് അമ്മയുടെ കാൽ കെട്ടിപ്പിടിച്ച് അവൻ ക്ഷമ പറഞ്ഞു. അമ്മേ, ഇത്രയും അമ്മ എന്നെ സ്നേഹിച്ചെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. ഇത്രയും അമ്മ എന്നെ കരുതിയെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എനിക്ക് തെറ്റുപറ്റി. എനിക്കൊന്നും അമ്മ തരേണ്ടതായ ഒരു കടവുമില്ല. എല്ലാത്തിനും കടക്കാരൻ ഞാനാണ്. ദൈവമക്കളെ, സ്നേഹം, അമ്മ ചെയ്തതെല്ലാം സ്നേഹത്തിൽ നിന്നാണ്. അമ്മ തൻ്റെ പെറ്റ കുഞ്ഞിന് വേണ്ടി ചെയ്തതെല്ലാം സ്നേഹത്തിൽ നിന്നാണ്. സ്നേഹത്തിന് കണക്കില്ല. സ്നേഹത്തിന് യാതൊരു ലിമിറ്റും ഇല്ല. അതിന് പകരം കൊടുക്കാൻ ആർക്കും സാധ്യമല്ല. സ്നേഹത്തിന് പകരം കൊടുക്കാൻ സ്നേഹം മാത്രം. നിൻ്റെ അമ്മ നിന്നെ സ്നേഹിച്ചു പോകും, അമ്മയ്ക്ക് സ്നേഹം കൊടുക്കണം. നിൻ്റെ പിതാവ് നിന്നെ സ്നേഹിച്ചു പോകും, അപ്പന് സ്നേഹം കൊടുക്കണം. മക്കൾക്ക് നിങ്ങൾ സ്നേഹം മാത്രം കൊടുക്കണം. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾ സ്നേഹം കൊടുക്കണം. ഇങ്ങോട്ട് സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല, അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ, പ്രിയപ്പെട്ടവരെ അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ നിനക്ക് എന്നും അത് തിരിച്ചു കിട്ടും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സ്നേഹത്തിൻ്റെ വില ഞാൻ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിൻ്റെ പ്രസംഗത്തിൽ കൂടി ഒരിക്കൽ കേട്ടിട്ടുണ്ട്. സ്നേഹം നിലത്ത് വീഴുന്ന ഒരു തുള്ളി എണ്ണ പോലെയാണ്. നിലത്ത് എണ്ണ വീണാൽ ആ എണ്ണ അങ്ങ് പരക്കും. അതവിടെ കെട്ടി നിൽക്കില്ല. എണ്ണ അങ്ങ് പരക്കും. എണ്ണയ്ക്ക് അതിൻ്റെ വ്യാപ്തി പിന്നെ നമുക്ക് പറയാൻ പറ്റുകയില്ല. അതാണ് എണ്ണ. സ്നേഹം എണ്ണയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവിക സ്നേഹം അത് പകരുന്നതാണ്. ദൈവിക സ്നേഹം പടരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആവോളം ദൈവിക സ്നേഹം നിങ്ങൾ അനുഭവിക്കുക. അപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. പ്രമാണങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മറ്റുള്ളവരെ കുറ്റം കാണാനൊക്കെ എളുപ്പമാണ്. സ്നേഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടെങ്കിൽ നീ ഒരിക്കലും മറ്റുള്ളവരെ കുറ്റം കാണുകയില്ല. എൻ്റെ കുറ്റം കാണും. ദൈവത്തിന് സ്തോത്രം. ഇനി അഥവാ നിൻ്റെ സ്നേഹം നീ സ്നേഹിച്ചിട്ടും മറ്റുള്ളവർ നിന്നെ സ്നേഹിച്ചില്ല, മറ്റുള്ളവരുടെ സ്നേഹം നിനക്ക് കിട്ടിയില്ല, അപ്പൻ്റെ സ്നേഹം കിട്ടിയില്ല, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ സ്നേഹം കിട്ടിയില്ല, അല്ലെങ്കിൽ കൂട്ടായ്മക്കാരുടെ സ്നേഹം കിട്ടിയില്ല, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയുടെ സ്നേഹം കിട്ടിയില്ല, ഭർത്താവിൻ്റെ സ്നേഹം കിട്ടിയില്ല, നീ ഭയപ്പെടണ്ട. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ആ ദൈവിക സ്നേഹം നീ ആവോളം അനുഭവിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് പ്രതിഫലം കിട്ടും. ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിന് ദൈവം പ്രതിഫലം തരും. മനുഷ്യർക്ക് ആർക്കും സ്നേഹത്തിന് പ്രതിഫലം തരാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ദൈവത്തോടുള്ള സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ക്ലെയിമും വരില്ല. ദൈവമേ, എനിക്ക് ഇന്ന കിട്ടണം, എനിക്ക് നീ തരാനുണ്ട്, എനിക്ക് തരണം എന്ന് അവകാശപ്പെടുവാൻ ദൈവവേദനയെ നിനക്ക് സാധ്യമല്ല. പക്ഷേ ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിലോ ആദ്യം നീ ചോദിക്കേണ്ടത് നിൻ്റെ പാപത്തിൻ്റെ പരിഹാരമാണ്, നിൻ്റെ പാപത്തിന് ക്ഷമയാണ്. കാരണം അവന് ഏറ്റവും വലിയ ത്യാഗം, അവൻ്റെ സ്നേഹം ഏറ്റവും കൂടുതലായിട്ട് വെളിപ്പെട്ടത് ക്രൂശിലാണ്. ആ ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ചപ്പോഴാണ്. നിനക്ക് വേണ്ടിയ ജീവൻ അവസാനത്തുള്ളിൽ രക്തം വരെയും ഊറ്റി തന്നപ്പോൾ ആ സ്നേഹം മുഴുവനായി നിങ്ങളിലേക്ക് അവൻ ഒഴുക്കുകയായിരുന്നു. ആ സ്നേഹം ആവോളം ആസ്വദിച്ച് അനുഭവിച്ച്
നിന്റെ പാപങ്ങളോട് യാത്ര പറഞ്ഞ് മനസ്സറിഞ്ഞ് കണ്ട് കർത്താവേ ഇനി ജീവിതത്തിൽ പാപത്തിലേക്കില്ല എന്ന് നീ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പുതിയ തീരുമാനത്തോടെ പുതിയ സമർപ്പണത്തോടെ കർത്താവായ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ ദൈവത്തിലെ നിനക്ക് ചോദിക്കാം, അപേക്ഷിച്ച് മേടിക്കാം, ചോദിച്ച് മേടിക്കാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചോദിച്ച് മേടിക്കുന്ന അനേകരുണ്ട് പ്രിയപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. ഈ ക്രിസ്ത്യൻ ബൈബിൾ ഫെലോഷിപ്പിലുണ്ട് ചോദിച്ച് മേടിക്കുന്നവർ, കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി സ്നേഹിച്ചവർ, ആത്മാവിനെ വിട്ടുമാറാതെ ആത്മാവിനോട് പറ്റിച്ചേർന്ന് നിന്ന് അന്ത്യം വരെയും മരണം വരെയും ഞാനുണ്ട് കർത്താവ്, നിനക്ക് വേണ്ടി നിൽക്കാൻ ഞാനുണ്ട്, നിന്നെ വേല ചെയ്യാൻ ഞാനുണ്ട്. ദൈവമേ ലോകം എന്തും ചെയ്തുകൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരുടെ നീതി കിട്ടിയില്ല, മനുഷ്യരെ സ്നേഹിച്ചില്ല, മനുഷ്യരെല്ലാം തെറ്റിദ്ധരിച്ചു. ദൈവമേ, എന്നാൽ നീ ഒരിക്കലും തെറ്റിദ്ധരിക്കുന്നവനല്ലല്ലോ, നീ ശരിയായത് മാത്രം ധരിക്കുന്നവനാണല്ലോ. കർത്താവേ, എനിക്ക് നിൻ്റെ സ്നേഹം മതി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മുടിയനായ പുത്രൻ്റെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. അവൻ ക്ലെയിം ചെയ്ത് മേടിച്ചുകൊണ്ട് പോയി അപ്പനോട് ക്ലെയിം ചെയ്ത് മേടിച്ചുകൊണ്ട് പോയി, അപ്പാ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയാൻ ഒരു കാലത്തും ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അതവൻ്റെ ദാനം എന്നല്ലാതെ എന്ത് പറയാൻ പ്രിയപ്പെട്ടവരെ? ഒന്നും എനിക്ക് അർഹതപ്പെട്ടതല്ലല്ലോ. ദൈവമേ, എനിക്ക് ഇതുവരെ തന്നതൊന്നും എനിക്ക് അർഹതപ്പെട്ടതല്ലല്ലോ. എനിക്ക് മക്കളെ തന്നു ദൈവമേ, സ്നേഹമുള്ള മക്കളെ തന്നു, എനിക്ക് അർഹതയുള്ളതല്ല കർത്താവേ. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, എനിക്ക് നീ വിദ്യാഭ്യാസം തന്നു, ദൈവമേ അർഹതയുള്ളതല്ലല്ലോ. എനിക്ക് നീ നല്ലൊരു ജോലി തന്നു, നീ വിളിച്ചു തന്നതാണ് കർത്താവേ, എനിക്ക് അർഹതപ്പെട്ടതല്ല, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കർത്താവേ. എനിക്ക് വേണ്ടി നീ കരുതി, എനിക്ക് വേണ്ടി നീ എല്ലാം ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല കർത്താവേ, ഇതിനപ്പുറത്തേക്ക് ഒരു നിത്യതയും നീ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, ഒരു നിത്യത നീ എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് കർത്താവേ, നിന്നോടുകൂടെ ഇരുത്താൻ. ദൈവത്തിന് സ്തോത്രം. നീ ഒരുക്കുന്ന ഭവനത്തിൽ, ദൈവമേ സ്വർഗീയ ഭവനത്തിൽ യേശുവേ, എന്നെ നിന്നോടുകൂടെ ഇരുത്തുവാൻ നീ ഇതാ എനിക്ക് വേണ്ടി അവിടെ ഭവനം ചമച്ചു വെച്ചിട്ടുണ്ടല്ലോ കർത്താവേ. നിനക്ക് സ്തോത്രം കർത്താവേ. അത് എനിക്ക് ആ അവകാശം തരാൻ നിനക്ക് മനസ്സ് തോന്നിയല്ലോ കർത്താവേ. ദൈവമേ, നന്ദിയോടെ സ്തോത്രം. എല്ലാത്തിനു വേണ്ടി ത്യാഗം ചെയ്തത്, എല്ലാത്തിനു വേണ്ടി വില കൊടുത്തത്, എല്ലാത്തിനു വേണ്ടിയും ആ ദുഷ്ടനായ പിശാചിന് വില കൊടുത്ത് മറുബലിയായി കൊടുത്തത് നിന്നെ തന്നെയാണല്ലോ, നിൻ്റെ രക്തമാണല്ലോ കൊടുത്തത് കർത്താവേ. നിനക്ക് സ്തുതി. എനിക്ക് സ്തുതിക്കാനേ വകയുള്ളൂ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനയെല്ലാം പാടുന്നത് ദൈവത്തിന് സ്തോത്രം. നിസ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധി നീതി കയ്യോ ചെയ്യരുതേ, ഞാൻ പാതകിയൻ നറിയുന്നേൻ, സർവകടങ്ങളും മാറാഞ്ഞാൽ നരകം താനവകാശം, നിന്റെ വിളിപ്പാൻ കഴിവന്യേ, മൗനം മൃതിയാൽ ഞാൻ പോകും, നീക്കുക കൃപയാലെൻ പാവം. കർത്താവേ, എനിക്ക് നിൻ്റെ അടുത്ത് വേറൊരു അവകാശവും പറയാനില്ലല്ലോ, എല്ലാം നിൻ്റെ ദാനമല്ലേ കർത്താവ്. നിൻ സ്തുതിയും ഹല്ലേലൂയായും ഞാൻ നിർത്താൻ ഇടവരരുതേ. ദൈവമേ, എന്നെ നീതിയോടെ വിധിക്കാൻ ഇടവരരുതല്ലേ കർത്താവ്. എന്നെ നീതിയോടെ വിധിച്ചാൽ ദൈവമേ നിത്യ നരകമാണല്ലോ എൻ്റെ അവകാശം. എൻ്റെ കർത്താവേ, അതിനെ ഇടവരുത്തല്ലേ കർത്താവേ. എന്നോട് മനസ്സലിയണേ കർത്താവേ. അപ്പാ, എന്നോട് മനസ്സലിയണമേ. നിന്നോട് സ്വർഗത്തോളം പാപം ചെയ്തു പോയി, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. എന്നോട് മനസ്സലിയണേ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. അപ്പം മനസ്സലിയുള്ളവനാണ് പിതാവ്, ആ പിതാവ് മനസ്സലിയുള്ളവനാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ആരുടെയും പാപങ്ങളൊന്നും നമ്മോട് ഒരിക്കലും ഓർക്കുന്നില്ല. നാം അവനോട് പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, നാം തന്നോട് പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നിങ്ങൾക്ക് വേണോ പ്രിയപ്പെട്ടവർ? സൗജന്യമായ നീതീകരണം വേണോ? ദൈവത്തിന് സ്തോത്രം. അതിനല്ലയോ കർത്താവ് തൻ്റെ തിരുരക്തം നമുക്ക് വേണ്ടി ഊറ്റി തന്നത്. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹമോടെ അനുഭവിച്ചുകൊണ്ട് ആഷ്കാലം മുഴുവൻ കർത്താവേ, ആ സ്നേഹം എന്നിൽ നിന്ന് വിലക്കല്ലേ കർത്താവേ. എനിക്ക് നിൻ്റെ സ്നേഹം മതി കർത്താവേ, എനിക്ക് നിന്നെ മതി കർത്താവേ, നിൻ്റെ സ്നേഹം മതി കർത്താവേ. എൻ്റെ ചങ്കിലേക്ക് കർത്താവ് നീ എഴുന്നള്ളി വരണമേ.
പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിപ്പിൻ, ദൈവത്തിന് സ്തോത്രം. കാൽവരി ക്രൂസിലേക്ക് നോക്കുവിൻ. ക്രൂസിൽ നിന്ന് സ്നേഹമല്ലയോ ഒഴുകി വരുന്നത്? ദൈവത്തിലേ നിനക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്ന് നിനക്ക് വേണ്ടി ജീവൻ തന്ന പ്രാണപ്രിയൻ നിന്നെ സ്നേഹിച്ചു, നിന്നെ അന്ത്യത്തോളം സ്നേഹിച്ചു, നിത്യതയോളം നിന്നെ സ്നേഹിച്ചു. നിനക്ക് വേണ്ടി അവൻ ഒരുക്കി, എല്ലാം ഒരുക്കി, ഭവനമൊരുക്കി, നിത്യത ഒരുക്കി, സ്വർഗമൊരുക്കി. പ്രിയപ്പെട്ടവരെ, നന്ദിയുണ്ടോ നിനക്ക്? അവനെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ നിത്യജീവൻ തരുവാൻ, നിന്നോടുകൂടെ നിത്യതയിൽ ഇരുത്തുവാൻ, നിത്യനരകം ഒഴിവാക്കി തരുവാൻ യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങളോട് യാത്ര പറയുന്നു. യേശുവേ, മനസ്സറിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇനിമേൽ ഞാൻ പാപം ചെയ്യുകയില്ല. കർത്താവേ, ഏറ്റുപറയുവിൻ, യേശുവിനോട് പറയുവിൻ. യേശുവേ, ഇന്നു മുതൽ ദൈവമേ, പാപം കൂടാതെ പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കും. കർത്താവേ, എനിക്ക് നിന്റെ സ്നേഹം മതി. കർത്താവേ, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ, എന്നോട് മനസ്സറിയണമേ. ആണിപ്പാളുടെ കരനെ ശിരസിൽ വെക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവ്, ഈ മക്കളെല്ലാം എൻ്റെ കർത്താവ് അനുഗ്രഹിക്കണമേ. രക്തം അവരുടെ തലമേൽ വീഴണമേ. കർത്താവേ, പാപങ്ങൾ ക്ഷമിക്കണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, സമാധാനം നൽകണമേ, സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി നിങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.